എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴിയും, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട റിസൾട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴിയും വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു, നിങ്ങൾ ചെക്ക് ചെയ്തു, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളായാലും കിട്ടാത്ത വിദ്യാർത്ഥികളായാലും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നാലും ഇതേ രീതിയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടുള്ള ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 5, അതായത് നാളെ, അതുപോലെ തന്നെ ജൂൺ 6 മറ്റന്നാൾ, അതിനുശേഷം ജൂൺ 7 വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് പോവുകയും ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ് ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക. കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴിയോ, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സ് കോട്ടയാണെങ്കിൽ ആ സ്പോർട്സ് കോട്ടയിലെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടോ ലോഗിൻ ചെയ്ത ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക്സ് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഹാജരാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസും, അതായത് ഇൻഡിവിജ്വൽ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങൾ ആ ഒരു പേജിലാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ആ ഒരു പേജിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നൽകിയിട്ടത്, ആ ഒരു വിവരങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് നോക്കിയപ്പോൾ ലഭിച്ച പ്രിൻ്റ് ഔട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ TC ആണ്. അതായത് TC എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറിജിനൽ TC ആയിരിക്കണം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് TC ഒറിജിനലാണോ വേണ്ടതെന്നത്. TC ഒറിജിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും TC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു A4 ഷീറ്റിൽ ഒരു പ്രിൻറ്റ് ചെയ്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് TC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ നിന്ന് TCയും കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വാങ്ങി നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോയാൽ മതി. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾ സ്കൂളിൽ നൽകിയാൽ മതിയാകും. നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ് TC, കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും. ഇനി അടുത്തതായിട്ട് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷനോ അതുപോലെ തന്നെ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള റിസർവേഷനോ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം. അതുപോലെ സാമ്പത്തികമായിട്ട് സംവരണം ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ EWS കാറ്റഗറിയിൽ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതായത് LSS, USS, NMMS, അതുപോലെ കലാകായിക ഇനങ്ങളിൽ ലഭിച്ച മത്സരങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അതായത് ടൈ ബ്രേക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കൂടി എന്തൊക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടോ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഒന്നാമത്തെ SSLC, പിന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS കാറ്റഗറിയിൽ റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ സാമ്പത്തിക സംവരണം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു EWS സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥിരപ്രവേശനമോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാം. സ്ഥിരപ്രവേശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷന് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അപേക്ഷാ ഫീസും ആവശ്യമാണ്. എത്രയാണ് അപേക്ഷാ ഫീസ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റ് ഏതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷന് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഈ ഒരു നേരത്തെ പറഞ്ഞ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിലേക്ക്, അതായത് ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററിയോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീട്ടുകാരോട് ആലോചിച്ച് എവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതനുസരിച്ച് അഡ്മിഷൻ നേടുക. കാരണം ഒരു സ്ഥലത്ത് അഡ്മിഷൻ നേടുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഭാഗത്തിലുള്ള അലോട്ട്മെൻറ്റ് കിട്ടണം. അതായത് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് താല്പര്യം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു 7-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പിന്നീട് ആ ഒരു ജില്ലയിലേക്ക് വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനിയും അലോട്ട്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് വേണമെങ്കിൽ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു 7-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.